Sir, welcome to the show. Morning, Anand. Morning, viewers. Good morning, sir. ഗ്ലോബൽ യു എസ് വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സർ കാണാൻ കഴിഞ്ഞത്. ഡോജോൺസ് ഇൻഡെക്സ് ആണെങ്കിൽ ഏകദേശം 240 പോയിന്റ്സിൻ്റെ ഒരു സെൽ ഓഫ്, S&P 500 ഒരു ന്യൂട്രൽ ടോണിനാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഏകദേശം 123 പോയിന്റ് സെൽ ഓഫോട് കൂടിയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അമേരിക്കൻ മാർക്കറ്റിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? അമേരിക്കൻ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നവംബർ 29 ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം കഴിഞ്ഞ 5-6 സെഷൻസിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ബട്ട് ഇന്നലെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. സോ അതിനെ തുടർന്ന് ദർസ് എ പോസിബിലിറ്റി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാനായിട്ട്. സോ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് 44,000 പോയിന്റും അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 43,700 പോയിന്റിലും ആയിരിക്കും. അറ്റ് ദിസ് മൊമെന്റ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു. ആൻഡ് ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ നാസ്ഡാക്ക് ഇൻഡെക്സിൽ നടക്കണമെങ്കിൽ നാസ്ഡാക്ക് ഇൻഡെക്സ് 21,200 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. യെസ് സർ. അപ്പം കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ കൊമോഡിറ്റി മാർക്കറ്റ് ഏകദേശം നമ്മൾ ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് നിലവിൽ $4 മുന്നേറിയാണ് ട്രേഡ് ചെയ്യുന്നത്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് $2,690. സോ ഗോൾഡിൽ ഇനി മുന്നോട്ടേക്ക് സാധനം ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തന്നെയായിരുന്നു. ബെയറിഷ് ടു സൈഡ് വേസ് ആയിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് കാണാൻ സാധിച്ചത്. ബട്ട് ഇന്നലത്തെ ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $2,720. $2,720 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു $30 മുതൽ $40 കുതിപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ. അപ്പം WTA ക്രൂഡിലേക്ക് നോക്കുകയാണെങ്കിൽ WTA ക്രൂഡ് സ്റ്റിൽ ഒരു ന്യൂട്രൽ ടോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 0.38% ഒരു നേരിയ സെൽ ഓഫോട് കൂടിയാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഏകദേശം $68. സോ WTA ക്രൂഡിൽ സാധനം ഒരു ടേക്ക് എന്താണ്? WTA ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ ഇതേ ഫോർത്തിൽ ഇതിന് മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് $66 ലെവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ $71 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. അപ്പം ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഏകദേശം ഒരു 58 പോയിന്റിന്റെ ഒരു മൈനർ സെൽ ഓഫോട് കൂടിയാണ് ക്ലോസ് ചെയ്തത്. ആൻഡ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന റേഞ്ച് വളരെയധികം ടൈറ്റായി വരുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നിഫ്റ്റി നിലവിൽ ട്രേഡ് ചെയ്യുന്ന 24,619 പോയിന്റിലാണ്. സോ നിഫ്റ്റിയിൽ ഇനി മുന്നോട്ടേക്ക് സാധനം ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഇതേ പുറത്തിൽ ഒത്തിരി ആഴ്ചകളായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 24,400 പോയിന്റ് ആയിരുന്നു. സോ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നിഫ്റ്റി 50ക്ക് ആ ഒരു റെസിസ്റ്റൻസിൽ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ വരും സെഷൻസിൽ 24,350, 24,400 ഈ ഒരു റേഞ്ച് ആയിരിക്കാം സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കും. ആൻഡ് വരും സെഷൻസിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് അവസരം നിഫ്റ്റി 50യിൽ ലഭിക്കുന്നതായിരിക്കും. യെസ് സർ. അതോടൊപ്പം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 101 പോയിന്റിന്റെ ഒരു നെഗറ്റീവ് അണ്ടർടോണിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 53,407 പോയിന്റിലാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ സാധനം ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 54,467 പോയിന്റിന്റെ വളരെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് നേരിയൊരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. വരും സെഷൻസിൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 54,000 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 52,700 പോയിന്റ്. യെസ് സർ. അപ്പം ഇനി സ്റ്റോക്ക് ഇൻ ഫോക്കസിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ചോദിക്കുന്ന ഒരു സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 858 രൂപയാണ്. അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽസ് പരിശോധിക്കുകയാണെങ്കിൽ 98.7% വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു CAGR പ്രോഫിറ്റ് ഗ്രോത്ത് കമ്പനി തന്നിട്ടുണ്ട്. ആൻഡ് ഒരു ഹെൽത്തി ഡിവിഡൻ 18.1% ഒരു ഹെൽത്തി ഡിവിഡൻ പേ ഔട്ടും കമ്പനിക്കുണ്ട്.
ബട്ട് ഓൺ ദ ഒരു നെഗറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഏകദേശം 24 ലക്ഷം കോടിയോളം ഒരു ലയബിലിറ്റീസ് SBI ബാങ്കിനുണ്ട്. സോ SBIയിൽ സാധനം ഒരു ടേക്ക് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 2 സെഷൻസിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുമുണ്ട്. ഇത് നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം സൃഷ്ടിച്ചിരിക്കുന്നത്. സോ വരും സെഷൻസിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 845, 850 ആ ഒരു റേഞ്ച്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു ലെവലിന്റെ താഴോട്ട് SBI പോകുമെന്ന്. എങ്കിലും നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗ് സെഷനിൽ 870 രൂപയുടെ മുകളിൽ SBI ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ടാർഗറ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത് 890 രൂപയായിരിക്കും. യെസ് സർ. അടുത്തൊരു സ്റ്റോക്കാണ് GSFC, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. ഏകദേശം നിലവിൽ ട്രേഡ് ചെയ്യുന്ന 218 രൂപയിലാണ്. ഒരു വീക്കിലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ അറൌണ്ട് 1.86% നെഗറ്റീവ് റിട്ടേൺ ആണ് GSFC തന്നിട്ടുള്ളത്. ആൻഡ് 6 മന്ത് റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം സെയിം തന്നെയാണ്, നെഗറ്റീവ് 1.86%. സോ ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? GSFCയുടെ കേസിൽ വളരെ സ്ട്രോങ് അണ്ടർടോൺ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നവംബർ 21 189 രൂപയിലാണ് ഇതിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് നടന്നിരിക്കുന്നത്. അതിനുശേഷം ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു കണ്ടത്. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോ റിസ്ക് ബൈങ് അവസരം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വരും സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മെയിൻ സപ്പോർട്ട് ഏരിയ 209 മുതൽ 213 വരെ. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. അതിന് മുൻപ് തന്നെ ഈ സ്റ്റോക്കിന് 223 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മേജർ ടാർഗറ്റ് സോൺസ് 237 അതിനുശേഷം 247. യെസ് സർ. അതോടൊപ്പം വരുന്നത് ഒരു അദാനി സ്റ്റോക്കിലേക്കാണ്. അദാനി വിൽമ ലിമിറ്റഡ്. ഏകദേശം 1 മന്ത് റിട്ടേൺ നോക്കുകയാണെങ്കിൽ അറൌണ്ട് നെഗറ്റീവ് 9.73%, വീക്ക്ലി റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ അറൌണ്ട് നെഗറ്റീവ് 1.16%. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 311 രൂപയിലാണ്. സോ അദാനി വിൽമാറിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? അദാനി വിൽമറിൽ മറ്റ് അദാനി സ്റ്റോക്സിനെ പോലെ തന്നെ കഴിഞ്ഞ 2-3 മാസത്തിനിടെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ഇതിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് എങ്കിലും ഐ തിങ്ക് ഈ ഒരു സ്റ്റോക്കിലെ ഷോർട്ട് ടേമിന് ഒരു ട്രേഡിംഗ് അവസരം സെറ്റപ്പായി വരുന്നുണ്ട്. ബട്ട് ഇതൊരു വളരെ ഹൈ റിസ്ക് ട്രേഡ് ആയിരിക്കും. ആൻഡ് നമുക്ക് ആ റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിലെ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ കാണുന്നത് ആദ്യത്തെ 319 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 327, 337, 347. യെസ് സർ. അടുത്തൊരു ഷെയർ ആണ് ഓല ഇലക്ട്രിക്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൌണ്ട് 3.82% നെഗറ്റീവ് റിട്ടേൺസ് ആണ് തന്നേക്കുന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 92.25 രൂപയിലാണ് ഓല ഇലക്ട്രിക് ട്രേഡ് ചെയ്യുന്നത്. സോ ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡിൽ സാറിനൊരു ടേക്ക് എന്താണ്? കേസിലും നവംബർ 21 ശേഷം നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലും നടന്നിട്ടുണ്ട്. ബട്ട് GSFCയിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ലഭിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 97 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 102, 107, 112 ആയിരിക്കും ഇതിന്റെ ടാർഗറ്റ്സ്. ഒരു ഡിസ്ക്ലോഷർ എനിക്ക് പേഴ്സണലി ഓൾറെഡി ഓല ഇലക്ട്രിക്കിൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ട്. യെസ് സർ. അടുത്തൊരു ഷെയർ ആണ് കാംസ് ലിമിറ്റഡ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൌണ്ട് 3.94% വളരെ പോസിറ്റീവ് അപ്സൈഡ് മൂവ്മെന്റ് തന്നൊരു സ്റ്റോക്കാണ്. ഏകദേശം 200 പോയിന്റോളം. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 5269 രൂപയിലാണ്. സോ കാംസിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? കാംസിന്റെ കേസിൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തുടരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച ട്രേഡിലായിരുന്നു ഇതിൽ ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചു 5360 രൂപ. ആൻഡ് ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും.
സോ 5367 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ ടാർഗറ്റ് 5500, 5700, 5900. യെസ് സർ. അടുത്തൊരു ഷെയർ ആണ് യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്ക് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.86% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 49.60 റുപ്പീസിലാണ്. സോ യൂക്കോ ബാങ്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? യൂക്കോ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ അഗെയിൻ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 48 രൂപയിൽ കാണാനും സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ 48ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഈ ഒരു സ്റ്റോക്ക് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഹൈ റിസ്ക് ട്രേഡ് ആയിരിക്കും. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ 50 രൂപ 50 പൈസ, അതിനുശേഷം 52 രൂപ 25 പൈസ. 52 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ലൊരു മൊമെന്റം കാണാൻ സാധിക്കും. യെസ് സർ. നമുക്ക് എന്തായാലും ഓഡിയൻസിൻ്റെ ക്വയറീസിലേക്ക് കിടക്കാൻ സമയമായി. ഡേവിഡ് എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റ്സിനെ പറ്റിയാണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 30% താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. നിലവിൽ അവസാന ട്രേഡ് സെഷനിൽ ഏകദേശം 1.56%ൻ്റെ ഒരു നെഗറ്റീവ് സെൽ ഓഫ് തന്ന് 2391 രൂപയിലാണ് ഏഷ്യൻ പെയിൻറ്റ്സ് ട്രേഡ് ചെയ്യുന്നത്. സോ ഏഷ്യൻ പെയിൻറ്റ്സിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമ്മൾ ബോട്ടം കണ്ടു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാനും സാധിക്കുന്നില്ല. അതിനെ തുടർന്ന് പൂർണ്ണമായിട്ടും ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഒരു സ്റ്റോക്കാണ് സി ജി പവർ എന്ന് പറയുന്ന ഷെയർ. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.41% ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് സി ജി പവർ തന്നിട്ടുള്ളത്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 793 റുപ്പീസിനാണ്. സോ സി ജി പവറിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? സി ജി പവറിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒരു നല്ല നേട്ടവും ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ 778 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹോൾഡ് ദ പൊസിഷൻ. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 860 മുതൽ 880 ആ റേഞ്ചിലായിരിക്കും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 10,963 റുപ്പീസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ ഫൈനാൻഷ്യൽ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വളരെയധികം 30.8% റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സിൽ തന്നിട്ടുണ്ട് ഷെയർ. ഏകദേശം ഒരു വളരെ നല്ല പ്രോഫിറ്റ് ഗ്രോത്ത്, ഏകദേശം 28.2%ൻ്റെ ഒരു പ്രോഫിറ്റ് ഗ്രോത്താണ്, CAGR പ്രോഫിറ്റ് ഗ്രോത്താണ് അവസാന 5 വർഷമായിട്ട് ഷെയർ തന്നേക്കുന്നത്. സോ സോളാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സോളാർ ഇൻഡസ്ട്രീസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഇതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഞാൻ കാണുന്നത് ഈ സ്റ്റോക്കിലെ അധികം ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. അതിനെ തുടർന്ന് തന്നെ ഇതൊരു സ്റ്റോക്ക് ട്രേഡിങ്ങിന് വേണ്ടി അനുകൂലമായിട്ടുള്ളൊരു സ്റ്റോക്ക് അല്ല ഇത്. നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 11,600, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച 12,000, അതിനുശേഷം 12,800 രൂപ. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ്. വളരെ റീസെൻ്റ് ആയിട്ട് IPO റിലീസ് ചെയ്ത സ്റ്റോക്കാണ്. വീക്ക്ലി റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഏകദേശം 15.02% ഒരു വീക്ക്ലി റിട്ടേൺ NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് തന്നിട്ടുണ്ട്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 144 രൂപയിലാണ്. സോ NTPC ഗ്രീൻ എനർജി ലിമിറ്റഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? NTPCയിൽ നമുക്കൊരു ട്രേഡിംഗ് ഹിസ്റ്ററി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നാച്ചുറലി അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. സോ അതിനുശേഷം നല്ല നേട്ടം ഈ സ്റ്റോക്ക് നൽകിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 138 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ. മറ്റൊരു പ്രശ്നം ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. നിലവിൽ ട്രേഡ് ചെയ്യുന്ന 57 രൂപയിലാണ്. അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1% ഒരു ഇടിവോട് കൂടിയാണ് ഓഹരി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, IOB മുതലായ സ്റ്റോക്സ് ഒക്കെ സിമിലർ പാറ്റേൺ ആണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേസിലും നമുക്ക് ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്.
ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ് വിത്ത് സൈഡ് വേസ് ബയസ്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിൽ 59 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 59 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 62-ഉം അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 64 രൂപയിലും ആയിരിക്കും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് അദാനി പോർട്സ്. അദാനി പോർട്സ് അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.62% മുന്നേറ്റത്തോടു കൂടി 1266 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അദാനി പോർട്സിൽ സാറിന് ഒരു ടേക്ക് എന്താണ്? ഈ അഡാനി പോർട്സിന്റെ കേസിൽ ഞാൻ നേരത്തെ അഡാനി വിൽമറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ നമുക്കൊരു സിമിലർ പാറ്റേൺ അഡാനി പോർട്ടിലും കാണാൻ സാധിക്കുന്നത്. വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക്. ആൻഡ് നമ്മൾ പ്യോർ ട്രേഡിംഗ് ഒത്തിരി റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിൽ പൊസിഷൻ കൺസിഡർ ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് ആദ്യത്തെ 1290. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 1325, അതിനുശേഷം 1390 രൂപയും ആയിരിക്കും. 1390 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് ഏഞ്ചൽ വൺ. ഏഞ്ചൽ വൺ അവസാനത്തെ 3 സെഷനിൽ തന്നെ ഏകദേശം 12.96% മൂവ്മെൻറ്റ് ഏഞ്ചൽ വൺ തന്നിട്ടുണ്ട്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ മാത്രം 4%. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 3425 രൂപയിലാണ്. സോ ഏഞ്ചൽ വണ്ണിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നല്ല നേട്ടം തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് അറ്റ് വെരി വെരി ബുള്ളിഷ് ഫേസ്. സോ ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 3525 രൂപയിൽ. ആൻഡ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഈ 3-4 സെഷൻസിൽ ഇത്രയും വലിയ നേട്ടം കിട്ടിയതിനെ തുടർന്ന് ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ബട്ട് ആ പ്രോഫിറ്റ് ടേക്കിംഗിന് ശേഷമുള്ള മുന്നേറ്റത്തിൽ ഐ എം എക്സ്പെക്ടിങ് ഈ സ്റ്റോക്ക് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 3900 രൂപയ്ക്ക് അടുത്തോട്ട് നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് കിറ്റെക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡ്. ഓൾ ടൈം ഹൈയോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ഷെയറാണ്. അവസാന ട്രേഡ് സെഷനിൽ ഒരു 5% അപ്സൈഡ് മൂവ്മെൻറ്റ് തന്ന് 762 രൂപയിലാണ് കിറ്റെക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ കിറ്റെക്സിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ്? കിറ്റെക്സിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് കിറ്റെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഇത്രയും വലിയൊരു നേട്ടം കിട്ടിയതിനെ തുടർന്ന് നമുക്ക് പുതിയ ലോ റിസ്ക് ബൈങ് അവസരങ്ങളൊന്നും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു ഷെയറാണ് അദാനി എൻ്റർപ്രൈസസ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 0.42% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നേക്കുന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്ന 2465 രൂപയിലാണ്. സോ അദാനി എൻ്റർപ്രൈസസിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ ഇന്ന് 3ാമത്തെ ഒരു അഡാനി സ്റ്റോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും അഡാനി പോർട്ട് ആൻഡ് അഡാനി വിൽമറിൽ കാണുന്ന അതേ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഒത്തിരി വോളറ്റിലിറ്റി ഉണ്ട്. ആൻഡ് വളരെ ഹൈ റിസ്ക് ആയിട്ടൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്ക് നമുക്ക് നൽകുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 2560 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 2700, 2800, 2900. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് സുബ്രോസ് ലിമിറ്റഡ്. വളരെ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ്. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം ഒരു ന്യൂട്രൽ ടോണിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഒരു വീക്ക്ലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.92% വീക്ക്ലി റിട്ടേൺ സുബ്രോസ് ലിമിറ്റഡ് തന്നിട്ടുണ്ട്. സോ സുബ്രോസ് ലിമിറ്റഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സുബ്രോസിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നു. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഒരു ബൈങ് അവസരം കാണണമെങ്കിൽ 660 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 660 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 680, അതിനുശേഷം 720 രൂപയോ ആയിരിക്കും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് കല്യാൺ ജുവലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 6.15% ഒരു വളരെ ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കല്യാൺ ജുവലേഴ്സ് തന്നിട്ടുള്ളത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 775 രൂപയിലാണ്. സോ കല്യാൺ ജുവലേഴ്സ് ലിമിറ്റഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഈ കല്യാണിന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ആൻഡ് കല്യാൺ ജുവലേഴ്സിന്റെ കേസിൽ നമുക്ക് താമസിക്കാതെ തന്നെ ഒരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെവലിൽ നിന്നും 3 മുതൽ 5% നേട്ടം പ്രതീക്ഷിക്കാം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് പേടിഎം. പേടിഎത്തിൻ്റെ ഒരു വീക്ക്ലി റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഏകദേശം 7.64% ഒരു വളരെ സ്ട്രോങ് റിട്ടേൺ പേടിഎം തന്നിട്ടുണ്ട്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.5% ഒരു നേരിയ ഇടിവോടെയാണ് ഓഹരി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ പേടിഎമ്മിൽ ഇനി മുന്നോട്ടേക്ക് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? പേടിഎമ്മിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് 1040 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് 920 രൂപയിലാണ് കാണുന്നത്. ആൻഡ് 1040 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിക്കും. അടുത്തൊരു ഷെയറാണ് ഇന്ദ്രപ്രസിദ്ധ ഗ്യാസ് ലിമിറ്റഡ്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന 385 രൂപയിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. സോ IGLൽ സാറിനൊരു ടേക്ക് എന്താണ്? IGLന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഒത്തിരി ഷോർട്ട് കവറിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്കൊരു റിക്കവറി ഉള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 358 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 395, 415, 435, 450. അടുത്തൊരു ഷെയറാണ് ITI, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 2 ട്രേഡിംഗ് സെഷനിൽ മാത്രം ഏകദേശം 27.74% ഒരു മുന്നേറ്റമാണ് സ്റ്റോക്ക് തന്നേക്കുന്നത്. അവസാന ട്രേഡിംഗ് സെഷനിൽ മാത്രം ഏകദേശം 14% റിട്ടേൺ ആണ് ഷെയർ തന്നേക്കുന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 368 രൂപയിലാണ്. സോ ITIയിൽ സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ITIയുടെ കേസിൽ നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഇത്രയും വലിയൊരു മുന്നേറ്റത്തിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 395 രൂപയിലായിരിക്കും. അത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ടാർഗറ്റ്സ് 425, 435, 450. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. ഏകദേശം 2 ആഴ്ചത്തെ വളരെ നല്ല സ്ട്രോങ് മൂവ്മെൻറ്റിന് ശേഷം ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഷെയറിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ മാത്രം ഏകദേശം 2.67% ഒരു സെൽ ഓഫ് ആണ് സ്റ്റോക്കിൽ കണ്ടത്. ആൻഡ് ഷെയർ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 528 രൂപയിലാണ്. സോ ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ചമ്പാലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു വലിയൊരു ട്രേഡിംഗ് റേഞ്ചിൽ പെട്ടുപോയിട്ടുണ്ട്. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് 440, മേജർ റെസിസ്റ്റൻസ് 580 രൂപയിലോ കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ 480 രൂപയിലായിരിക്കണം നമ്മുടെ സപ്പോർട്ട് ഹോൾഡ് ചെയ്യേണ്ടത്. ആൻഡ് ഈ സ്റ്റോക്കിന് 580 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മൊമെന്റം നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ കാണാൻ സാധിക്കും. സോ നമുക്ക് എന്തായാലും ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. താങ്ക് യു സർ, നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. നമുക്ക് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ അനാലിസിസുമായി നാളെ മാർക്കറ്റ് പ്ലസിൽ രാവിലെ 8:30 വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.